ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. അവരാണെങ്കിൽ വളരെയധികം സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പിന്നീട് അമ്മായിമാർ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് കൺമണിയുടെ ആദ്യ രാത്രിയാണെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും അവൾക്ക് വലിയ സന്തോഷമായിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു കേട്ടോ. അച്ഛൻ പറയുന്നുണ്ട്, കൺമണിയും കൃഷും പോയിട്ടില്ല, അവർ ഇവിടെ തന്നെ ഉണ്ട്, ദേവ് സാറിൻ്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നു. അതെന്ത് പറ്റി? എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അത് നല്ല കാര്യമായി ഏട്ടാ എന്ന് പറയുന്നു. ദേവ് സാറിൻ്റെ വീട്ടിലാണെങ്കിൽ അവർ സുരക്ഷിതരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ക്രഷും കൺമണിയും കൂടി കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കാൻ പോവുകയാണ് ഇന്നത്തെ രാത്രിയോട് കൂടി തന്നെ. അതുകൊണ്ട് തന്നെ ആരെന്ത് എതിർത്താലും നിന്നെ ഞാൻ വിടില്ല എന്ന രീതിയിലൊക്കെ ക്രഷ് കൺമണിയുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് എന്തായാലും നിന്നെ വിട്ടു പിരിയാൻ എനിക്ക് കഴിയില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിക്കാൻ തുടങ്ങാം എന്ന രീതിയിൽ പറയുന്നു. വേണ്ട സർ, ഇനിയിപ്പോൾ ആയിട്ടില്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്, അപ്പം നോക്കാമെന്ന് പറയുന്നുണ്ട്. അല്ല, ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവ് സാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ദേവ് സാറ് കൃഷ്ണനുള്ള പുതപ്പും അതുപോലെ തലേണയൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതിനുശേഷം തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, 2 പേരും കൂടി 2 റൂമിൽ കിടന്നാൽ മതി, നീ വേണമെങ്കിൽ പുറത്ത് കിടന്നാൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പില്ലോയും അതുപോലെ ബെഡ്ഷീറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തൊരു കഷ്ടം ഇയാളെ കൊണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷി പോകുന്നു. പിന്നീട് സുജുവിനെയും അതുപോലെ ആൻറ്റിയമ്മയും സാഗറിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അനിയൻകുട്ട? കൃഷിനെ ആ കൺമണിയായിട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? പിന്നെ ആ ദേവ് സാറിൻ്റെ വീട്ടിലാണോ അവരെ കൊണ്ടുപോയി ആക്കിയിരിക്കുന്നത്? ഇതിനെല്ലാം തന്നെ കാരണം അയാൾ തന്നെയാണ്. അയാളാണ് കൃഷ്ണനും കൺമണിക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. എന്ത് മനുഷ്യനാണത്? എനിക്കത് അംഗീകരിക്കാൻ സാധിക്കില്ല. എല്ലാം കൊണ്ടും ഇത് വിനയായി വരും കേട്ടോ, അത് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ശാസിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റിയമ്മ. പക്ഷേ സാഗർ അതൊന്നും കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ടത് പ്രമോ കഴിഞ്ഞ എപ്പിസോഡ് വിശേഷമായിട്ട്